താമരശ്ശേരി രൂപതയിലെ മഞ്ഞക്കുന്ന് ഇടവകയിലാണ് ഇപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് വലിയൊരു ദുരന്തം ഉണ്ടായ പോലെ തന്നെ അതേസമയം തന്നെ ഏകദേശം ഇവിടെയും വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 3 ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നാമതായിട്ട് അടിച്ചിപ്പാറ എന്ന ഭാഗത്തും, രണ്ടാമതായിട്ട് മഞ്ഞച്ചിലി എന്ന ഭാഗത്തും, പിന്നെ മൂന്നാമതായിട്ട് ആനക്കുഴി എന്ന ഭാഗത്തുമാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഏകദേശം 20ഓളം വീടുകൾ നശിച്ചു പോയിട്ടുണ്ട്. ഏകദേശം 13ഓളം വീടുകൾ മൊത്തമായിട്ട് തകർന്നു പോയി. ബാക്കി വീടുകളെല്ലാം ഭാഗികമായിട്ടും തകർന്നു പോയിട്ടുമുണ്ട്. അതുപോലെ തന്നെ വലിയൊരു കൃഷിനാശവും, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികമായ അല്ലെങ്കിൽ അവരുടെ രേഖകൾ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ഈ വലിയ നഷ്ടങ്ങളുണ്ടെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് ഒരാൾ മാത്രമാണ് നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇവിടുത്തെ നേരത്തെ കൈക്കാരനായിരുന്ന മാറ്റിമാഷായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ മാത്രമാണ് നഷ്ടപ്പെടാൻ പോയത്. ഈ അപകടമുണ്ടായ സമയത്ത് നാട്ടുകാരെല്ലാം കറക്റ്റ് സമയത്ത് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അതത് സമയത്ത് മാറുവാൻ സാധിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാൻ സാധിച്ചു. അതുപോലെ വലിയൊരു നാശനഷ്ടം ഉണ്ടായെങ്കിൽ തന്നെയും ഇപ്പോൾ ഇവിടെ ഏകദേശം പള്ളിയിലാണ് ഇപ്പം ക്യാമ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ പാരിഷാളിലാണ് ഏകദേശം 200ഓളം പേര് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും മാതാപിതാക്കളും വൃദ്ധരും എല്ലാവരും ചേർന്ന ഒരു സംഘമാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പിനായിട്ടുള്ളത്. ഇപ്പം ഇവിടെയുള്ള അവശ്യ വസ്തുക്കളെല്ലാം എത്തിക്കൊണ്ടിരിപ്പുണ്ട്. അതിനായി വരെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. എല്ലാം ഭംഗിയായിട്ട് കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വയനാട്ടിലേക്ക് ശ്രദ്ധ പോയതുപോലെ ഇങ്ങോട്ടേക്ക് വലിയൊരു ശ്രദ്ധ വന്നിട്ടില്ല. കാരണം നമുക്കിവിടെയും ആൾക്കാരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള വലിയൊരു സഹായം തന്നെ ആവശ്യമുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമുക്ക് ഇനിയുള്ള ആവശ്യങ്ങൾ പറയുന്നത്, ഇതുവരെ വീടൊക്കെ നഷ്ടപ്പെട്ട കുറേ പേരുണ്ട്. അപ്പം അവരിനെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. കാരണം അവരുടെ വീട് നശിച്ചുകൊണ്ട് അവർക്ക് ഇനി അവിടെ താമസം യോഗ്യമല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ട സ്ഥലം കണ്ടെത്തണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട വീട് വെക്കുവാനുള്ള പണം സമാഹരിക്കണം. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട എല്ലാ പ്രത്യേകിച്ച് രേഖകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ട രേഖകൾ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ഒരു സഹായം വേണം. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരുടെയും കുടിവെള്ളം അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം എല്ലാവരും ഇവിടുത്തെ തോട്ടുകളിലാണ് ഓസിട്ട് വെള്ളം എടുക്കുകയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെല്ലാം വലിയൊരു ഈ ദുരന്തം വന്നപ്പോൾ ഈ ഓസുകളെല്ലാം നശിച്ചു പോവുകയും എല്ലാം കടപുഴകി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ കുടിവെള്ളത്തിന്റെ വലിയൊരു പ്രശ്നം ഇപ്പോൾ ഇവർ നേരിടുന്നുണ്ട്. അപ്പം ഈ കുടിവെള്ളത്തിന്റെയും അതുപോലെ തന്നെ താമസം, അവർക്ക് സ്ഥലം, പിന്നെ ഇവർക്ക് വേണ്ട രേഖകൾ, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്.